BCom യൂസ്ലെസ് ആണ്. BCom എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പലപ്പോഴായിട്ട് നമ്മൾ നെറ്റിലാണെന്നുണ്ടെങ്കിലും കുട്ടികളോട് സംസാരിക്കുമ്പോഴൊക്കെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ചവറ് പോലെ ഒരുപാട് കോഴ്സുകൾ ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങുന്നു, ആർക്കും ജോലിയില്ല, കിട്ടിയാൽ തന്നെ ഒരു 12,000 അല്ലെങ്കിൽ 15,000 റുപ്പീസിനൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സാലറി. ശരിക്കും ഇത് കോഴ്സിൻ്റെ പ്രശ്നമാണോ? നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിഷയത്തിൻ്റെ സത്യാവസ്ഥയാണ്. സോ വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. നിങ്ങളൊന്ന് അന്വേഷിച്ച് അറിയാൻ പറ്റും, ഇപ്പോൾ 80 വയസ്സ് അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ സീനിയർ കാറ്റഗറി നിൽക്കുന്ന ചില ആൾക്കാർ, അവർ റിട്ടയർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവരോട് ചോദിച്ചറിയാം, അവർ പഠിക്കുന്ന സമയത്ത് അവർ ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ BCom ആയിരിക്കാം. എന്ന് വെച്ചാൽ അവരൊരു 30 വയസ്സിൽ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു 50 വർഷങ്ങൾക്ക് മുന്നേ, അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു കോഴ്സാണ് BCom, അല്ലെങ്കിൽ അതിനും മുന്നേ. നമ്മൾ ഹിസ്റ്ററിയൊക്കെ നോക്കുകയാണെങ്കിൽ 85 വർഷത്തിൽ കൂടുതൽ ഹിസ്റ്ററി ഉണ്ട് BCom എന്ന് പറയുന്ന കോഴ്സിന്. അപ്പോൾ ഈ ഒരു കോഴ്സ് എടുത്തിട്ട് 2025 നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ ആ ഒരു കോഴ്സിൻ്റെ ബലത്തിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ മാസ ശമ്പളം കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കോമഡി എത്രത്തോളം ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫാക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് BCom യൂസ്ലെസ് ആണ് എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ BCom മാത്രമല്ല, BA ഇംഗ്ലീഷോ BA എക്കണോമിക്സോ നമ്മൾ എടുക്കുന്ന ഏത് ഡിഗ്രി ആണെന്നുണ്ടെങ്കിലും അതൊക്കെ യൂസ്ലെസ് ആണ്. ബിക്കോസ് നമ്മളിതിനെ കാണേണ്ടത് ഒരു സ്പഞ്ചായിട്ടാണ്. നമ്മൾ കേക്കിനൊക്കെ സ്പഞ്ചാണല്ലോ ഇപ്പോഴത്തെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഈ സ്പഞ്ച് നമുക്ക് ഉണ്ടാക്കാം, കഴിക്കാം, രസമായിരിക്കും. പക്ഷേ ഇത് അങ്ങനെ തന്നെ കടയിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെല്ലിംഗ് അതിനകത്തുനിന്ന് കിട്ടുമോ? ഒരിക്കലുമില്ല. നമ്മൾ അതിൻ്റെ ടേസ്റ്റ് മാറ്റണം, ഫ്ലേവേഴ്സ് മാറ്റണം, ലുക്ക് മാറ്റണം, ഡിസൈൻ മാറ്റണം, പല കാര്യങ്ങളും ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ആ സ്പഞ്ചിനെ നിങ്ങൾ എൻറിച്ച് ചെയ്താലാണ് കാര്യങ്ങൾക്ക് ഒരു നടപടി ഉണ്ടാവുള്ളൂ. ഈ പറയുന്ന ഡിഗ്രി കോഴ്സ് എടുക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സ്പഞ്ചാണ്. BCom ആണെന്നുണ്ടെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും അതിനെ എൻറിച്ച് ചെയ്യണം. അപ്പോൾ ഇത്രയും ട്രഡീഷണൽ ആയിട്ട് പഴക്കം ചെന്നൊരു കോഴ്സ് എടുത്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുനിന്ന് അവർ ആ പെർട്ടിക്കുലർ കോഴ്സ് നിങ്ങൾക്ക് വാങ്ങിച്ച് തരും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇന്നത്തെ കുട്ടികൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പല പ്രൊഫഷണൽ ഡിഗ്രികളും അല്ലെങ്കിൽ ആഡ് ഓൺ കോഴ്സസും സർട്ടിഫിക്കേഷൻസും ഒക്കെ കൂടുതലായിട്ട് ഇപ്പോൾ ഡിമാൻഡിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റിയ ഒരുപാട് പരസ്യങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ബിസിനസ് കൊമേഴ്സ് മേഖലകളിൽ ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എത്രയൊക്കെ AI വന്നു, എത്രയൊക്കെ ടെക്നോളജി വന്നെന്ന് പറഞ്ഞാലും എപ്പോഴും പ്രോമിസിംഗ് ആയിട്ട് നിൽക്കാൻ പോകുന്ന ഒരു കരിയറാണ് കൊമേഴ്സ് മേഖല. കാരണം ഒരുപാട് കമ്പനികൾ പുതിയതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ChatGPT അല്ലെങ്കിൽ പെർപ്ലെക്സിറ്റിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രോബ്ലം അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു അറ്റ്ലീസ്റ്റ് സില്ലി ആയിട്ടുള്ളൊരു പ്രശ്നമാണെങ്കിൽ പോലും ഒരു മിസ്റ്റേക്ക് അതിനകത്ത് കാണിച്ചു തരും. അപ്പോൾ ഈ മിസ്റ്റേക്ക് എഗെയിൻ ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പറയും, ഓക്കെ അത് തെറ്റിപ്പോയി, ഞാൻ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒരാളിരുന്ന് ഇത് പ്രോംപ്റ്റ് കൊടുത്ത് കറക്റ്റായി കിട്ടുന്നത് വരെ നമ്മൾ അതിനകത്ത് ട്രൈ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് AIക്ക് കംപ്ലീറ്റ് ആയിട്ടും കൊമേഴ്സ് മേഖലയിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുക? നമുക്കറിയാം, നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ഇന്ന സിംറ്റംസ് ഉണ്ട്, അതെന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് അവേ തന്നിരിക്കുന്ന ആൻസറിൽ എവിടെയെങ്കിലും ഒരു ക്യാൻസറിൻ്റെ എലമെൻ്റ് ഉണ്ടായിരിക്കും. ക്യാൻസർ ആകാം എന്ന രീതിയിൽ ഒരു റിപ്ലൈ വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻ്റർനെറ്റിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ് എല്ലാ AI പ്ലാറ്റ്ഫോംസും അതിൻ്റെ ഈ ഒരു ബൂമിംഗ് സ്റ്റേജിൽ വർക്ക് ചെയ്യുന്നത്. അതിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മേഖലയിലോട്ട് കൊമേഴ്സ് പഠിച്ച് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് 50 വർഷം മുന്നേ ഉള്ള സബ്ജക്റ്റ് അല്ല. നമ്മൾ നോക്കിക്കേ, മാർക്കറ്റിംഗ് ഉണ്ട്, HR ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, GST ഉണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നുണ്ട്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഫിനാൻസ് മേഖലയിലെ പല കാര്യങ്ങളും കൂടെ ഒന്നിച്ച് ചേർത്തൊരു സിലബസ് ആണ് BComൻ്റെ. ഇതെല്ലാം കൂടെ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര മണ്ടത്തരമാണ്. അപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇതിനകത്തുനിന്നൊരു നീഷ് ഏരിയയാണ്. നിങ്ങൾക്ക് അക്കൗണ്ടിങ് ഇഷ്ടമാണെങ്കിൽ ആ സെക്ടർ എടുക്കാം, മാർക്കറ്റിംഗ് ആണെങ്കിൽ അങ്ങോട്ട് പോകാം, FM ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കോസ്റ്റിംഗ് കാര്യങ്ങളോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തൊരു നീഷ് ഏരിയ കണ്ടുപിടിച്ച് അതിനെ അപ്സ്കില്ല് ചെയ്യുന്ന ഒരു കോഴ്സ് ചെയ്യുക എന്നുള്ളതാണ് BComനെ എൻറിച്ച് ചെയ്യാൻ, BCom എന്ന സ്പഞ്ചിനെ എൻറിച്ച് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം. അപ്പോൾ BCom പഠിച്ചതുകൊണ്ട് അല്ലെങ്കിൽ BCom യൂസ്ലെസ് ആണ് എന്ന് പറയുന്ന ഒരു മറുപടി അല്ലെങ്കിൽ എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇനി കേൾക്കുമ്പോൾ തിരിച്ചിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ വൈസ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു മേഖല നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ ഏതിലാണ് സ്കില്ലായിട്ടുള്ളതോ അല്ലെങ്കിൽ എനിക്ക് ഏത് മേഖലയിലോട്ടാണ് പോകാൻ പറ്റുക എന്നുള്ള കാര്യം അറിയാൻ പറ്റുക. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നൊരു ന്യൂസ് ആയിരുന്നു, 10-35 വർഷത്തോളം നഴ്സിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ലേഡി റീസെൻ്റ് ആയിട്ട് CA എക്സാം, കൊമേഴ്സിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള CA എക്സാം എഴുതിയെടുത്തു എന്നൊരു ന്യൂസ് നമ്മൾ കണ്ടു. അപ്പോൾ ഇത് പോസിബിളാണ്. അപ്പോൾ BCom എന്നുള്ളത് വളരെ ബേസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ എത്രത്തോളം ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം എൻറിച്ച്മെൻറ്റ്സ് നിങ്ങൾ കൂട്ടുന്നുണ്ട് എന്നുള്ളതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഭാവി അതിനകത്ത് എങ്ങനെയാണ് ബിൽഡ് ആകുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന കാര്യം പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല, അത് എഡ്യൂക്കേഷനിലുണ്ട്. എസ്പെഷ്യലി നമ്മളിങ്ങനെ ട്രഡീഷണൽ ആയിട്ടൊരു കോഴ്സ് എടുത്ത് ചെയ്യുന്ന സമയത്ത് മുന്നേ 10ാം ക്ലാസ് യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ പപ്പമാരോടും അമ്മമാരോടൊക്കെ ചോദിച്ചറിയാം, ഞാൻ 10ാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. കുറച്ചും കൂടെ കാലം കഴിഞ്ഞപ്പോൾ +2 ആയി. +2 പഠിച്ചു എന്ന് പറഞ്ഞാൽ +2 ഒക്കെ പഠിച്ചതാണോ എന്ന് ചോദിക്കും. ഡിഗ്രി കഴിഞ്ഞാലോ എഗെയിൻ അതുപോലെ. അപ്പോൾ ഈ പറയുന്ന പോലെ ഓരോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാലഘട്ടങ്ങൾ കഴിയുന്തോറും
ടൈം വാല്യൂ ഓഫ് മണി, പണത്തിൻ്റെ ലഭ്യത കൂടുന്നു പക്ഷേ വാല്യൂ കുറയാം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ പോകേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പോൾ ആ പറയുന്ന എൻറിച്ച്മെൻറ്റ്സ് നിങ്ങൾ ചെയ്താൽ മാത്രമാണ് ബേസ് ആയിട്ട് നിൽക്കുന്ന ഒരു കോഴ്സിന് വില ഉണ്ടാവുള്ളൂ. അപ്പോൾ BComന് വില കൊടുക്കേണ്ടത് BCom അല്ല, മറിച്ച് നമ്മളാണ്. ഇപ്പോൾ കോളേജുകളുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈഡിൽ നിന്ന് ഇതിനകത്തൊരു മാറ്റം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു സ്ലോ പേസിൽ നടക്കുക. പക്ഷേ അതനുസരിച്ച് നിങ്ങളുടെ ഇൻഡസ്ട്രീസ് നോക്കി നിൽക്കില്ല. അന്നുണ്ടായിരുന്ന മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പനികളും അവരുടെ പ്രോസസ്സും അല്ല ഇന്നുള്ളത്. അന്ന് BCom പഠിച്ചിട്ട് ഈസി ആയിട്ട് അവിടെ കയറാമായിരുന്നു. പക്ഷേ ഇന്ന് അതേ സിലബസും അതേ BCom വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ കമ്പനികളിൽ കയറാൻ പറ്റില്ല. ബിക്കോസ് അവിടെ പ്രോസസ്സുകളും കാര്യങ്ങളും എല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് പഠിക്കുക, ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്ത് വെക്കുക എന്നുള്ളതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലെടുക്കണം. BCom പഠിച്ച ഉടനെ ജോലിക്ക് കയറാം, സെറ്റിലാകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് മണ്ടത്തരമാണ്. നിങ്ങൾക്ക് BComനെ പറ്റി യാതൊരു അറിവില്ല എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ രീതിയിൽ വൈസായിട്ട് ചിന്തിക്കുക, നല്ല ഡിസിഷൻസ് എടുക്കുക, പ്രോപ്പറായിട്ടുള്ള ഒരു കരിയറിലേക്ക് നിങ്ങൾ ലോഞ്ച് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് എൻട്രി കൊമേഴ്സിൻ്റെ പേജിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.